നമസ്തേ. ഞാൻ ശ്രീരേഖ. കമ്മ്യൂണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ കുറച്ച് ആൾക്കാരെ കാണാനിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. എന്താണെന്നറിയില്ല, എന്ത് പറ്റിയെന്നറിയില്ല. കുറച്ച് പേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പനി മാറിയെന്ന് വിശ്വസിക്കുന്നു. കാണുന്നില്ല. എല്ലാവരോടും എൻ്റെ അന്വേഷണം ഉണ്ട് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ടിപ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഓരോന്ന് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ, കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാ സിൽക്കി ഹെയർ ആവാനും തിക്നെസ് ഉണ്ടാവാനും, ഹെയർ തിക്നെസ് ഉണ്ടാവാനും, പിന്നെ ബ്ലാക്ക് ഉണ്ടാവാനും, റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള പല പല കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ഷാമ്പൂ സോപ്പൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഞാൻ നെല്ലിക്കപ്പൊടിയും പിന്നെ ചെറിയ ചെറിയ വേറെ ആയുർവേദ പൊടികളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടു നോക്കണം കേട്ടോ, കാണാത്തവര്. ഇതുപോലെ ഇഞ്ചിയില്ലേ, ഇഞ്ചിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മുടിയിൽ അഴുക്ക് പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സോപ്പിന് ഷാമ്പൂവിനും പകരം നമ്മൾ ഇങ്ങനെ വാങ്ങിക്കാം. ഇങ്ങനെ കിട്ടും കേട്ടോ. ഇഞ്ച എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതൊന്ന് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നാര് നാര് പോലെ നമുക്ക് അടർത്തി മാറ്റാം. ഇങ്ങനെ നാര് പോലെ ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു വീഡിയോയിൽ. ഇതുപോലെ ഇങ്ങനെ നാല് നാര് പോലെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. അങ്ങനെ തന്നെ ഇത് വെള്ളത്തിലിടാം കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് വെള്ളത്തിലിടാം. വെള്ളത്തിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം നല്ല പത പോലെ തോന്നും നമുക്ക്. അപ്പോൾ പുറകെ കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ഔഷധവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കീറി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഞരടി ആ വെള്ളം മുഴുവൻ ഇതിൻ്റെ പല വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം താളി ഉണ്ടല്ലോ. സ്ഥിരം താളി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എന്താണ്. പലതവണ ഞാൻ ആ താളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എടുക്കാൻ പറ്റിയ, എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന താളിയാണ് കേട്ടോ ഇത്. ചെമ്പരത്തി താളി, ചെമ്പരത്തി ഇലയുടെ കണ്ടോ. ഈ ചെമ്പരത്തി ഇലയുടെ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഈ ചെമ്പരത്തി ഇല എടുത്തിട്ട് പിന്നെ അതിൻ്റെ പൂക്കളും എടുക്കാം കേട്ടോ. നമുക്ക് ചെമ്പരത്തിയുടെ പൂക്കളും എടുക്കാം. പൂക്കളും എടുത്തിട്ട് ഇത് ഒന്ന് കീറി എടുക്കാം. ഇങ്ങനെ കീറി എടുത്തിട്ട് കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ. കിട്ടുന്ന അത്രയും കൂടുതലെടുക്കാം. കീറി എടുത്തിട്ട് നമ്മൾ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അത് ഞരടി പിഴിഞ്ഞ് ഇഞ്ച മാറ്റാം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവും നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലോ ഏതെങ്കിലും അല്ലെങ്കിൽ കല്ലിലിട്ട് ഉരയ്ക്കണമെങ്കിൽ അങ്ങനെ ഉരച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി ഉരച്ചിട്ട് പിന്നെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടുള്ള ആൾക്കാർ കല്ലുമ്മ ഉരച്ചെടുത്തിരുന്നത് താളിയൊക്കെ. അലക്കല്ലുമ്മ ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കും. എന്നിട്ട് വെള്ളം കൂട്ടി ആ വെള്ളത്തിലേക്ക് പിഴിഞ്ഞ് എടുക്കും. പിന്നെ ആ വെള്ളം ചേർത്ത് വീണ്ടും അരയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെയും അങ്ങനെ എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ താമസമൊക്കെയാണ് അല്ലേ. എല്ലാവരും ബിസിയാണ്. പഴയ പോലെയൊന്നും ഇരുന്ന് കുത്തി അരച്ചൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്, നമ്മൾ എളുപ്പം ഏതാണോ അത് ചെയ്യാം. അപ്പോൾ ഇത് കൂടുതൽ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇനി നമ്മുടെ ഇഞ്ചിയുടെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ചേർത്ത് അരയ്ക്കാം. ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ. താളിയുടെ മാത്രമല്ല, ഈ ഇഞ്ചിയുടെയും കൂടി എഫക്റ്റ് ആയിരിക്കും. അത് സൂപ്പർ ആയിരിക്കും കേട്ടോ. താരനൊക്കെ പോകാൻ ബെസ്റ്റാണ്. പിന്നെ ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ താരം പോകും, ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പോകും. ഇതെല്ലാം മാറി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇത് ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, ഇഞ്ചി, ഇത് മൂന്നും കൂടിയുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഇഞ്ചി കുതിർത്തിയ വെള്ളം പ്ലസ് അതോടുകൂടി ഹൈബിസ്കസിൻ്റെ ഇല പ്ലസ് ഹൈബിസ്കസ് ഫ്ലവർ,
ഇത് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഒരു കോട്ടൻ്റെ തുണിയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ ചെമ്പരത്തിയുടെയും പൂവിൻ്റെയൊക്കെ ചെറിയ ചെറിയ തട്ടും തരിയൊക്കെ നമുക്ക് വേറെ മാറ്റി വെക്കാം. അരിച്ച് മാറ്റിയിട്ട് ഈ ഇത് ജെല്ല് പോലെ കിട്ടുമല്ലോ, താളി പോലെ കിട്ടും. നമ്മൾ അത് തലമുടിയിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് അത്രയ്ക്കും വെള്ളത്തിൽ കുതിർത്തിയാലും മതി കേട്ടോ. നമുക്ക് ഈ നമ്മൾ സെറം ഒക്കെ ഉപയോഗിക്കില്ല, അതുപോലെ അല്ല, കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അപ്പം ഇഞ്ചിയുടെ വെള്ളം പ്ലസ് അതിൽ ഈ തേയില, പിന്നെ നമ്മുടെ ഈ ഹൈബിസ്കസിൻ്റെ ഇലയും പൂവിട്ട് അരച്ചെടുക്കുക, അതിനെ കോട്ടൺ തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു കൊഴുപ്പോട് കൂടിയ വെള്ളമായിരിക്കുമല്ലോ കിട്ടുന്നത്, അത് തലോട്ടിലും തലമുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ. എന്നിട്ട് പറയാൻ കഴിയും കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ്. ഈ പറഞ്ഞ എല്ലാത്തിനും ഗുണം ചെയ്യും കേട്ടോ. താരനും അതിനൊക്കെ ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇഞ്ചിക്ക് അത്ര അധികം ഒന്നും വിലയൊന്നുമില്ല. ആയുർവേദ കടയിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും കൂടിയും ഇതുപോലെ വാങ്ങിച്ചു വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 ദിവസമൊക്കെ നമുക്ക് ചെയ്താൽ മതിയാവും. കൂടുതൽ തലയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. തല ചൊറിയുന്നവർക്കും താരനുള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. ഈ ഇഞ്ചിയുടെയും ഈ പറഞ്ഞ 2 കൂടി മിക്സ് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. വെള്ളം കുറച്ച് പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് എന്തായാലും അരിച്ചിട്ട് വേണം കേട്ടോ. കോട്ടൺ തുണിയിൽ അരിച്ചിട്ട് വേണം ഇതിൻ്റെ അച്ചയിൽ പരുവത്തിൽ വരുന്നത് പിഴിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ തട്ടും തരിയൊക്കെ വരുമ്പോൾ നമുക്ക് തലോട്ടിലും മുന്നിലൊക്കെ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേർപ്പെടുത്തി എടുക്കാനായിട്ട് നമുക്ക് പ്രയാസമായിരിക്കും. അപ്പോൾ അത് പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജെല്ലല്ലേ അല്ലേ. ഇത് ചെമ്പരത്തി താളി തേക്കാത്തവർ ആരും ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഞാൻ ചെമ്പരത്തി താളിയിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് തേക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നല്ല റിസൾട്ടാന്ന് പറഞ്ഞു, വളരെ ബെസ്റ്റാന്ന് പറഞ്ഞു, ഉപയോഗിച്ചവർ എക്സലൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഓരോ ഇതാണ് കേട്ടോ, ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ചെമ്പരത്തിയുടെ താളിയിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് നോക്കും. അപ്പോൾ അതിനും നല്ല റിസൾട്ട് കിട്ടിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് മുടിയിലെ ആ അഴുക്കും ഓവറായിട്ടുള്ള ഓയിലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മുടിയിലൊക്കെ തേക്കുന്നത് ഇതേപോലെയുള്ള ജെല്ലുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ തേക്കുന്ന സാധനങ്ങളാണ് ഓരോ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. മാറി മാറി ഉപയോഗിക്കാം. പല തരത്തിലും നമുക്ക് പല ജെല്ലുകളായിട്ടും അതുപോലെ തന്നെ ആയുർവേദ പൊടികളായിട്ടും ആ പൊടികൾ പേസ്റ്റ് ആക്കിയിട്ടൊക്കെ നമ്മൾ തേച്ചതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവർ അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. താരനും പോവും. ഡാൻഡ്രഫിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇത് കൂടാതെ ഈ തല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തലമുട്ടിലൊക്കെ കുരുക്കൾ വന്നിരിക്കുന്ന കാണാം, ചൊറി പോലെ ഉണ്ടാവും. അപ്പോൾ കുരുക്കൾ, അത് ചൊറി, ഇങ്ങനെ വട്ടച്ചൊറി, ഇതിനെല്ലാം ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓളിനോൾ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഫങ്ഷനൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ വെറുതെ ഉള്ള ചൊറിച്ചിലൊക്കെ ഇല്ലേ, ചിലർ പറയും വെറുതെ തല ചൊറിഞ്ഞിട്ട് വയ്യാന്ന് പറയും അല്ലേ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഇത് നല്ലതാണ്, താരനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു പാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ തലേ ദിവസം ഈ ഇഞ്ച വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതുപോലെ ഈ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ആ വെള്ളത്തിൽ, അരിച്ചെടുത്ത വെള്ളത്തിൽ ഇഞ്ച കുതിർത്തിയിട്ട് പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് കുതിർന്നിരിക്കും. അപ്പോൾ അത് അരിച്ചെടുത്ത വെള്ളത്തിൽ ഇതുപോലെ അരച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി ചെയ്യാവുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും റിസൾട്ട് പറയണം. ഈ ഒരു പാക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ മുടിയെക്കുറിച്ചിട്ടൊക്കെ ഇതുപോലെ താളി ഞാൻ ഇടുന്ന ഈ ടിപ്സിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ.
അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാൻ ഈ പുതിയ ഒരു ടിപ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങളത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.